ഹലോ, ഞാൻ സുനി സജയ്, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ കൃപയാൽ സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നാട്ടിൽ എല്ലാം വാഴട്ടെ. എൻ്റെ ദേശത്തെ സാഹസവും എൻ്റെ അതിൻ്റെ അകത്ത് ശൂന്യവും നാശവും ഞാൻ കാണുകയില്ല, കേൾക്കുകയില്ല. എൻ്റെ മതിലേക്ക് രക്ഷയെന്ന്, എൻ്റെ വാതിലേക്ക് സ്തുതിയെന്നും പേർ പറയും. യെശയ്യ 60:18 അങ്ങനെയാണോ അറിഞ്ഞുകൂടാ, യെശയ്യയിലാണ്. അപ്പോൾ അത് പ്രാർത്ഥിക്കാൻ. നമ്മുടെ ദേശത്ത് സാഹസമൊന്നും ഉണ്ടാകല്ല, അക്രമമൊന്നും ഉണ്ടാകരുത്. നമ്മുടെ അതിൻ്റെ അകത്ത് ശൂന്യവും നാശവും നമ്മൾ കാണുകയില്ല, കേൾക്കുകയില്ല. ദൈവത്തിനെ ആശ്രയിക്കുന്നത് അത് നമുക്കൊരു വാഗ്ദത്വം. ദൈവത്തിൻ്റെ വചനം എല്ലാം വാഗ്ദത്വങ്ങളാട്ടോ. അത് ആമയും പറഞ്ഞ് ഏറ്റെടുക്കണേ. അപ്പോൾ ഇന്ന് ഇതിൽ വായിക്കുക. എഫേസ്യർ 1:4. ഇതെനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി എന്നെ വചനം കേട്ടോ. നമ്മൾ ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത് നമ്മൾ. അപ്പോൾ ഞാൻ നോക്കും, നമ്മൾ നേരത്തെയൊക്കെ 2-3 വിശുദ്ധന്മാരുടെ കാര്യമൊക്കെ, 2 കുറേ വിശുദ്ധന്മാർ, മദർ തെരേസ, അങ്ങനെ കുറേ വിശുദ്ധന്മാരല്ലേ ഇങ്ങനെ കേൾക്കണേ. പക്ഷെ അങ്ങനെയല്ല ഇവിടെ പറഞ്ഞാൽ, നമ്മൾ ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടെന്ന് ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവേശുവിൽ തിരഞ്ഞെടുത്തു. ആ ക്രിസ്തുവേശുവിലാണ് ഒരു മനുഷ്യൻ നിഷ്കളങ്കനും വിശുദ്ധനുമാണ്. അതെങ്ങനെയാണ്? ക്രിസ്തുവേശുവിൻ്റെ വചനത്താൽ. ആ വചനം പാലിക്കുമ്പോൾ എല്ലാ മനുഷ്യരും ലോകത്ത് നിഷ്കളങ്കരും വിശുദ്ധരുമാകും. അപ്പോൾ ആ വചനം നിങ്ങൾക്ക് ആഗ്രഹമില്ല നിഷ്കളങ്കനാകണം, വിശുദ്ധനാണ്. ആർക്കെങ്കിലും കൊലപാതകയാണെന്നോ ദുഷ്ടനാകണമെന്നോ കള്ളനാണെന്നോ ആരൊരു ഭൂമിയിൽ ആഗ്രഹിക്കുന്നുണ്ട്? അവൻ്റെ സാഹചര്യമൊക്കെ ആയിരിക്കും അവനെയൊക്കെ ആക്കിയത്. അപ്പോൾ നമ്മൾ നല്ല സാഹചര്യത്തിൽ ദൈവസാന്നിധ്യത്തിൽ മക്കളെ വളർത്തിയാൽ മക്കൾ ഒരിക്കലും ഒരു നാശം മതിക്കില്ല കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, കാശ്മീർ തന്നെ ആയാലും കണ്ടില്ലേ, എന്തോരം കുടുംബത്തിൻ്റെ, എന്തോരം മനുഷ്യരുടെ, കുറച്ച് പേര് മരിച്ചു. അതിൽ കൂടുതൽ കുടുംബം പട്ടിണിയാകാൻ പോവുക. ഇപ്പോൾ അവർ ആ കാശ്മീരുള്ള മനുഷ്യർക്കൊന്നും വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, അവർക്ക് കൃഷിയൊന്നും വലിയ വരുമാനമില്ല, ടൂറിസം അവരുടേത്. ഇപ്പം അതൊക്കെ നിൽക്കുമ്പോൾ എന്തോരം കുടുംബത്തിൻ്റെ പ്രത്യാശയെ പോണേ. മരിച്ചവരുടെ കുടുംബം അങ്ങനെ അതിൽ കൂടുതൽ 30 പേര് മരിച്ചെങ്കിൽ 3000 കുടുംബം ഇനി പട്ടിണിയിലാവുക ആ പ്രദേശത്ത്. അപ്പടി അപ്പോൾ 1-2 കുറച്ച് പേരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ നമ്മൾ ആകരുത് കേട്ടോ. നമ്മളെപ്പോഴും നമ്മുടെ അമ്മമാരും നമുക്കൊക്കെ, നമുക്ക് ലോകത്തെ നന്നാക്കാൻ പറ്റും. നമ്മളിൽ നിന്ന് നമ്മൾ മാറുക. ക്രിസ്തു യേശുവിൽ നമ്മൾക്ക് നല്ല ക്യാരക്ടറാകുക. നീ രക്ഷപ്പെട്ടാൽ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. എനിക്ക് യേശുവിനെ മനസ്സിലായാൽ ഞാൻ എൻ്റെ മക്കളിലേക്ക് യേശുവിൻ്റെ വചനവും യേശുവിനെയും പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവിടെ ആ മക്കളാകും. അങ്ങനെ ഓരോ വീടും അങ്ങനെ. നമ്മൾ സ്ത്രീകളിൽ നിന്നാണ് ഏറ്റവും അധികം, നമ്മുടെ മക്കളോട് ഏറ്റവും അധികം യേശുവിനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്ത്രീകൾ വിളക്കാകും. ജ്ഞാനമുള്ള സ്ത്രീ തൻ്റെ ഭവനം പണിയുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ജ്ഞാനമുള്ള സ്ത്രീകൾ നമ്മളാകണേ. അപ്പോൾ നമുക്ക് ഞാൻ ഇന്ന് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ആ കാശ്മീർ പോയതിൻ്റെയൊക്കെ ഇടാട്ടോ കുറച്ച്. അപ്പോൾ കാശ്മീർ വേറെ ഒന്നുമല്ല, നിങ്ങൾ കാശ്മീരിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഒപ്പ എന്നെ യേശുമ്പരൻ ഒത്തിരി, ഞാൻ ആ യേശുവപ്പ എന്നെ കൊണ്ടുപോകണേന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ച് മേടിച്ച് പോയതാണ്. അപ്പോൾ നമുക്ക് ആ കാശ്മീരിന് വേണ്ടി എപ്പോഴും നടക്കണം, വഴിക്കൊക്കെ ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക. പെട്ടെന്ന് അവിടെ ശരിയാകട്ടെ. ഇനി എല്ലാവരും ചോദിച്ചു ഇനി എങ്ങനെ കാശ്മീരിന് ഒന്നുമില്ല, 1 വർഷത്തിനുള്ളിൽ അടുത്ത പോലെ ഇതിൻ്റെ ഇരട്ടി മനോഹരമായിട്ട് ടൂറിസം അവിടെ വികസിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കൂലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഹെയറിനെ പറ്റിയാണ്. ഹെയർക്ക് വരുന്നവരെല്ലാവരും കരാട്ടിനാട്ടോ ചെയ്യാൻ വന്നെ, കംപ്ലീറ്റ് പേരും കരാട്ടിന. അപ്പോൾ ഒന്നാമത്തെ ഈ ഈസ്റ്റർ, ക്രിസ്മസ് ഇതൊക്കെ ആകുമ്പോഴത്തേനും പുറത്ത് പോയവരെല്ലാവരും നാട്ടിൽ വരുമ്പോൾ മുടി ചെയ്യും. പുറത്ത് പോയവരെ, ഇവിടെ ഉള്ളവരും ഒക്കെ മുടി ഇപ്പോൾ ട്രീറ്റ് ചെയ്തിടാത്ത ആരാ ഉള്ളത്? എല്ലാവരും ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തൊക്കെ അല്ലേ ഇരുന്നേ. ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മേക്ക് ഓവറായി, 90% നമ്മുടെ മേക്ക് ഓവറായി. പിന്നെ നമ്മുടെ കോൺഫിഡൻസ്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു, മുടിയൊക്കെ പൊങ്ങി ഇങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ, അതിൻ്റെ മോക്ക് കൊച്ചുമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ അമ്മയെ മോളും വന്ന് ചെയ്യാൻ പറഞ്ഞു. അമ്മ ആദ്യം വന്ന് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിശ്വസിക്കില്ല, അതുപോലെ ചേഞ്ച്. അതിൻ്റെയൊക്കെ വീഡിയോ പോയിട്ടുണ്ട് ഇന്ന് ഇത്തവണ. ഇത് ആ മുടിക്ക് ചെടയൊക്കെ മാറി എങ്ങനെ അങ്ങ് ഒഴുകി. അതിങ്ങനെ എക്സ്റ്റൻഷൻ വെക്കണമെന്ന് ഓർത്തുകൊണ്ടിരുന്ന, അതൊന്നും വേണ്ട, സ്വന്തം മുടി തന്നെ നല്ല സ്റ്റൈലിലാവുക. അതുപോലെ നമുക്കിങ്ങനെ ആ ഒരു കോൺഫിഡൻസ് കിട്ടും. ഞാൻ സുന്ദരി, എൻ്റെ മുടിയും ഒക്കെ, ഇതെല്ലാവരെയും കാണാൻ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഫിലിം സ്റ്റാറും ഇവിടെ ഉള്ള മനുഷ്യരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എല്ലാവരെയും കാണാൻ നല്ലതല്ലേ? അതുപോലെ തന്നെ. അപ്പോൾ എല്ലാവരും പിന്നെ നമ്മുടെ വലിയൊരു ആഘോഷങ്ങൾ നടക്കട്ടോ. നമ്മൾ എൻ്റെ ഇളയ കൊച്ചിൻ്റെ, അതായത് നമ്മുടെ രേവതി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. പിന്നെ അക്ഷയ തൃതീയ 30
അന്ന് നമ്മൾ ഇങ്ങനെ ക്യാഷ് പർച്ചേസിങ്ങിന് ഒരു ഗോൾഡ് കോയിൻ വെച്ചിട്ടുണ്ട് 50,000 രൂപയുടെ. പിന്നെ അന്ന് മുതൽ സ്വാ ഡയമണ്ട്സിൻ്റെ എക്സിബിഷൻ 10-ാം തീയതി വരെ ഇതുപോലെ സെയിം ഇതെല്ലാം കിട്ടും. പിന്നെ മെയ് 6-ന് റെബേക്ക സന്തോഷില്ലേ സിനിമയിലുണ്ടത്. സീരിയലിൽ എല്ലാവരും അറിയും, എല്ലാവർക്കും അതിനെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരിനെ കൊണ്ടുപോകാൻ. അത് വന്നുണ്ട്. അപ്പം അതിനെ കാണാം. പിന്നെ നിലവിൽ 6-ാം തീയതി അവിടെ പ്രസൻ്റ് ആയിട്ടിരിക്കുന്ന 5 പേരിൽ നിന്ന് 5 പേരെ തിരഞ്ഞെടുത്തിട്ട് 5 ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ പിന്നെ ഒത്തിരി പേര് ഇതുണ്ട്. ഞാൻ എല്ലാം കൂടെ അതിനു വേണ്ടി ഒരു വീഡിയോ എടുത്തിരുന്നുണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പറയാം. അപ്പം നിങ്ങളുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ബ്യൂട്ടി പാർലർ മുടിയുടെ എല്ലാം ചെയ്യാൻ വരിക. ആഘോഷങ്ങൾ വരുമല്ലേ, ഓടിപ്പിടിച്ച് തലേദിവസം വരാണ്ട് നേരത്തെയൊക്കെ ഒരു ഫേഷ്യലും മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് മുടി ഒരു 2 ആഴ്ച മുമ്പ് സെറ്റ് ചെയ്യാനായിട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിനി വീഡിയോസ് കണ്ടാലോ? കാശ്മീരെല്ലാം കാണട്ടോ, മുടിയുടെയും കാണാം. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഇത് നമ്മുടെ അടുത്തിപ്പോൾ ഇത് 4-ാമത്തെ തവണയാണോ 5-ാമത്തെ തവണയാണോ? 5-ാമത്തെ പ്രാവശ്യം കരാട്ടും തന്നെ ചെയ്യണേ അല്ലേ? എല്ലാ തവണയും കരാട്ടിനാണ്, എല്ലാ തവണയും കരാട്ടും തന്നെ ചെയ്യണേ. ഇടയ്ക്ക് ഒന്ന് ഇയർ ക്ലിയർ ഒന്ന് ചെയ്തായിരുന്നു തോന്നുന്നു. 5-8 മാസം കൂടുമ്പോഴാണ് ഫുൾ ചെയ്യണേ. കേട്ടോ, മുടിയില്ലേ എന്ന് പറഞ്ഞു. ഇത്രയും മുടിയൊക്കെ അല്ലേ എല്ലാവർക്കും ഉള്ളൂ. ഇത് ആവശ്യത്തിന് മുടിയില്ല, ഇതിൽ കൂടുതൽ ഇത്ര ഇപ്പം മുടി ആവശ്യമുണ്ട്. ഇത് ഈ സോഫ്റ്റ് പണ്ട് മുതലേ സോഫ്റ്റ് ഹെയർ ആണോ? മുടി പൊട്ടണുണ്ട്. ആശാത്ത് കയറുന്ന തൈറോയ്ഡ് ഉണ്ടായിട്ട് ഇപ്പം എനിക്ക് നാളെ പരിശോധിച്ചപ്പോൾ തൈറോയ്ഡ്. എൻ്റെ മുടി പൊട്ടണില്ലോ. D3 കുറഞ്ഞ പൊട്ടി നരക്കലൊക്കെ നമ്മൾ D3 ഫോളോ അപ്പ് ചെയ്യണം. ഞാൻ ഈ പ്രസംഗിച്ചിട്ട് ഞാൻ എന്നും മേടിച്ച് വെച്ചാൽ എത്ര കാലം ഞാൻ കഴിക്കാനും മറന്നു. അത് മറക്കാണ്ട് എങ്ങനെയും കഴിക്കുക. അപ്പോൾ ഈ നേർക്കെട്ടൊക്കെ എനിക്ക് വെക്കണേ അത് കാരണമെന്നാണ് പറയണത്. അതങ്ങ് മറന്നും പോകും. എന്നും ഉണ്ടോ എന്ത് ഭംഗിയില കിടക്കാൻ നോക്കി, എന്ത് അടിപൊളിയായിട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടോ? ഇതിങ്ങനെ ചെയ്യണവർക്ക് പിന്നെ ഇതിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥയാണ്. ഇപ്പോൾ ചെയ്യാറായിട്ട് എന്താ അസ്വസ്ഥയാണ് എല്ലാവരും പറയും. എൻ്റെ മോച്ചായിക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്. ഇത് ചെയ്യാനായിട്ടുള്ള അതങ്ങനെ എല്ലാവരും ചെയ്യാറാകുമ്പോൾ പറയും മുഖത്തിന് എന്തോ ഒരു ഇതാണെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ചെയ്യാറായെന്ന് എനിക്ക് മനസ്സിലാണേ അങ്ങനെയാണ്. ഈ ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് നോക്കണേ ആളാട്ടോ. അപ്പോൾ ഇതിന് നീളമൊക്കെ ഇത്രയും മതി. ഒത്തിരി തിക്നെസ് ഇല്ലാത്ത പണ്ട് മുതലേ സോഫ്റ്റ് ഹെയർ ആണോ, ഒത്തിരി തിക്കല്ലാത്ത. അപ്പം നേച്ചറേ അങ്ങനെയാണ്. ഒത്തിരി തിക്കല്ലാത്ത ഈ സോഫ്റ്റ് ഹെയറിൻ്റെ അപ്പുപ്പതാടി ബന്ധപ്പെടുന്നത് എന്നുള്ള മുടി അല്ലേ? അങ്ങനത്തെ മുടിക്കാർക്ക് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. പക്ഷെ അതായത് മുടിയുണ്ട്, ആവശ്യമുണ്ട്. ഇതിപ്പോൾ ചെയ്തല്ലേ ഉള്ളൂ. 2 മാസം കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഒരു 2 ഇഞ്ച് വളരുമ്പോഴത്തേനും പറഞ്ഞാൽ ഏറ്റവും ഭംഗിയിട്ടോ കാണാൻ. ഒരു 2 മാസം കഴിയുമ്പോൾ ഏറ്റവും രസം. അപ്പോൾ ഇത് അതീവ മനോഹരമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവർ കരാട്ടിൻ എന്ന് പറഞ്ഞ ഒരു കവറിങ് ആണ്, ഓർഗാനിക്കാണ്, കഴിയുമ്പോൾ പോകുന്ന. പക്ഷേ ഒരു 8 മാസം അതിപ്പോൾ മറ്റേ ഹെയർ ലാക്സിങ് ആയാലും 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മുടെ ഭയങ്കര വൃത്തികേട് വരും. അത്രയും വൃത്തികേട് കരാട്ടിന് വരില്ല ആഫ്റ്റർ കെയർ യൂസ് ചെയ്യുന്നവർക്ക്. പിന്നെ മുടിയും ഒരു പിടിക്കുക എപ്പോഴും നമുക്ക് സിറത്തിൻ്റെ ആവശ്യമില്ല. കരാട്ടിന് സിറം വേണ്ട. സിറോടെ തേച്ചാൽ അങ്ങനെ ഒതുങ്ങി അങ്ങ് ഊർന്നിയായിരിക്കും. അല്ലാണ്ട് തന്നെ കുറേ എൻ്റെ മുടി ഇപ്പോഴും കെട്ടിയിരിക്കില്ല. ഡ്രൈ ഹെയർ ആയിട്ടിരുന്ന് ഇത്ര എണ്ണ വെച്ചാൽ താണു പോണേ എൻ്റെ തലയിൽ. എൻ്റെ മുടി അതുപോലെ ഡ്രൈ ആയ മുടി കെട്ടിയിരിക്കില്ല. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കാം. അപ്പം ഇപ്പോൾ കെട്ടിയിരിക്കില്ലത്തെ അവസ്ഥ അത്രയും സോഫ്റ്റായി. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ സന്ദർശിക്കൂ. ഈ മുടി കരാട്ടിൻ ചെയ്യാൻ പോവാട്ടോ. ഇത് നേരത്തെ നമ്മൾ കരാട്ടിൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് എവിടെയോ പോയി ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ തന്നെ കരാട്ടിൻ പിന്നെയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടോ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ മേളിലിരിക്കണതൊക്കെ കണ്ടോ. അപ്പോൾ ഇതിന് ചെയ്തിട്ട് യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ചയാണ് വെയിറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആ റിസൾട്ട് കണ്ടിട്ട് പിന്നെ നമുക്ക് ചെയ്യാണ്ടിരിക്കുമ്പോൾ ആകെ ഒരു സുഖമില്ല. എന്തോ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ പോലെ ഒരു മോച്ചായി ആവും. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ആ കണ്ണാടി നോക്കുമ്പോൾ ആ കോൺഫിഡൻസ് ഒരു ഭയങ്കര ഇതാട്ടോ. അതാട്ടോ എല്ലാവരും പിന്നെയും മുടി ചെയ്യണത്. നമുക്കടെ പിന്നെ പണി പകുതി കുറഞ്ഞു. മുടി ചെയ്യുക എവിടെയെങ്കിലും പോണേ എല്ലാവർക്കും മുടി കെട്ടലാണല്ലോ ഏറ്റവും വലിയ ഉദ്യമം. അങ്ങനെ ഒരു ടെൻഷനും ഇല്ല. മുടി എപ്പോഴും നീറ്റായിട്ടിരിക്കും. യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മാമിൻ്റെ മുടി ചെയ്യാൻ ഞാൻ അപ്പുറം നമ്മുടെ വെഡിങ് കളക്ഷനിൽ നിന്ന് ബലത്തോടു കൂടി ഇവിടെ ചുമ്മാ ചുരിദാറെടുക്കാൻ വന്നു. ഇവിടെ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായിട്ട് കിട്ടിയിട്ടത് ഈ മുടിയൊന്ന് കണ്ട് ആദ്യം കണ്ട മുടിയാണോ ഇതൊന്ന് നോക്കിയേ. ഇങ്ങോട്ട് നോക്കാം. എനിക്ക് മുടിയില്ലേ എന്നതേ ഇങ്ങോട്ട് നോക്കിയേ. ഇതിപ്പോൾ ഇനി നാളെ നമുക്കൊരു വീഡിയോയുടെ എടുക്കാം കേട്ടോ. നാളെ കളർ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ കളർ ചെയ്തിട്ട് നാളെ കഴിഞ്ഞ് കല്യാണത്തിന് പോകാനുള്ള ഒരു UK-യിലാണ്. അപ്പോൾ നാളെ കളർ ചെയ്തിപ്പോൾ ഗ്ലോബൽ കളറിങ്ങിലായിരിക്കണം.
അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല ഇവിടെ മാത്രമേ ചെയ്യുള്ളൂ, ഇങ്ങനെ നല്ല ഡാർക്ക് ബ്രൗണോ ബ്ലാക്കോ ഒക്കെ ഇടുമ്പോൾ ഇങ്ങോട്ട് ഈ കളറ് ഇത് കിടക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ആ കളറൊക്കെ ചെയ്തിട്ട് ഇപ്പം ഞാൻ പറയുന്നത് ആളെ തിരിച്ചറിയില്ല. ആ ഫ്രണ്ടൊക്കെ ഇത്രയും പൊക്കി കിട്ടുമെന്ന് ഞാൻ ഓർത്തില്ല. 10th ചെയ്യുമ്പോൾ അവർ ഇത്രയും പൊക്കി തന്നെയല്ലോ. ഇത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊങ്ങി നല്ല എനിക്ക് ടെൻഷനായിരുന്നു. നെറ്റി അധികം തോന്നിക്കുന്ന പക്ഷെ നെറ്റിയൊക്കെ ഇങ്ങനെ കിട്ടാ അടിപൊളി ഇത് കണ്ടോ. നെറ്റിയുള്ളവർക്ക് ഏറ്റവും രസം കണ്ടോ ഇങ്ങനെ വരണം. അപ്പം നാളെ ഒന്നുകൂടെ വീഡിയോ പിടിച്ച് കാണിക്കാം കേട്ടോ. കളർ ചെയ്ത് കഴിയുമ്പോൾ ആ ഉള്ളു തോന്നിക്കുന്നത്. ഇപ്പം ഈ ബ്രൗൺ ഷെയ്ഡ് ആയത് കാരണം നമുക്ക് തിക്നെസ് അറിയാൻ പാടാത്ത. ഇപ്പം എല്ലാ മുടി എഴുന്നേറ്റ് നാട്ടോ. ഈ മുടിയൊക്കെ എത്രയും നീളമേ ഉള്ളൂ, എല്ലാം പൊട്ടിപ്പോയിക്കണേ. അതെല്ലാം ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അത് ശാന്തശീലമായി. ഇനി എല്ലാ വർഷവും നമുക്കിത് ചെയ്യാൻ തോന്നിക്കും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സൗകര്യം ഡ്രൈനസ് ഒക്കെ മാറുമ്പോൾ എന്ത് സൗകര്യമാണെന്നറിയാമോ? എൻ്റെ മുടി ഇങ്ങനെ അയച്ചിട്ടുകൊണ്ട് നടന്നാൽ മതിയല്ലോ, അല്ലെങ്കിൽ കെട്ടാട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കഴുകിയിട്ടൊക്കെ കെട്ടാൻ പറ്റും. കെട്ടാൻ പറ്റില്ല, ഇന്ന് കെട്ടണ്ട, 2 ദിവസം കഴിഞ്ഞ്. പിന്നെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാവരും വരിക. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കാണ്, നാച്ചുറലാണ്, മറ്റത് കെമിക്കലാണ്. ഇഷ്ടമുള്ളവർ, എൻ്റെ അഭിപ്രായം ചെറുപ്പക്കാർക്കൊക്കെ കെമിക്കൽ കുഴപ്പമില്ല. ഒരു 35-40 വയസ്സ് മുതൽ കരാട്ടിൻ ചെയ്യണം. ഇപ്പം ന്യൂജനെ കരാട്ടിൻ എന്ന് പറഞ്ഞു തന്നെ. മറ്റവരാണ് പിന്നെ കെമിക്കലിലേക്കൊക്കെ പോകണം. അപ്പോൾ നമുക്കിത് അതിമനോഹരമായി കിട്ടിയില്ലേ. അപ്പോൾ ഇനി അതുപോലെ ഇങ്ങനെ ചെയ്തു തരും. നാളത്തെ വീഡിയോയുടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ശരിയെന്ന്. ഹലോ, ഈ മാമിൻ്റെ മുടി ചെയ്ത് കണ്ടോ? ബ്ലാക്ക് ഇട്ട് ബ്ലാക്കിൽ വെച്ചിട്ട് ഡാർക്ക് ബ്രൗൺ അല്ലോ, ബ്ലാക്ക് ഇട്ട് ഈ ബ്രൗൺ ഇടുമ്പോൾ ഈ സ്കിന്നും ബ്രൗണും കൂടെ കളറ് ബ്രൗൺ വരുമ്പോൾ ഉള്ളു തോന്നിക്കില്ല. കുറച്ചുള്ളവർക്കൊക്കെ എനിക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ മുടി കുറവായിട്ട് ഞാൻ ബ്ലാക്ക് ഇടാറുള്ളൂ. ബ്രൗൺ ഇടുമ്പോൾ എനിക്ക് ഏതാണ്ട് ഒട്ടും ഉള്ളില്ലാത്ത പോലെ തോന്നും. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ കണ്ട ആളുടെ ഇത് കണ്ടോ മുടി ചെയ്തിട്ട് ഞാൻ പറഞ്ഞു നമുക്കിത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. ഞാൻ പറഞ്ഞു 15 വയസ്സ് കുറഞ്ഞു, അതിന് കാശ് വേറെ തന്നെ, ഈ മുടി ചെയ്ത് കൂടാണ്ട് അതിന് കാശ് വേറെ തന്നെ എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഇതിൻ്റെ കണ്ണാടി പിന്നെ കയ്യൊക്കെ ഇപ്പം ചീട്ടൊന്നുമില്ല, ഡ്രയർ വെച്ച് ഉടക്കിയുള്ളത് ഇങ്ങനെ ഇങ്ങനെ ഒഴിവ്. അയ്യോ, ആഫ്റ്റർ കെയർ പോണതിന് വരുമ്പോൾ തരാട്ടോ. ആഫ്റ്റർ കെയർ കൊണ്ട് തന്നെ കഴിയണം. സൾഫേറ്റ് ഫ്രീ ഷാമ്പു ആണ്. ആ ഷാമ്പു നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് വാഷ്ഡ് ഔട്ടാണ്. അപ്പോൾ ഒത്തിരി ഇങ്ങനെ ഹാർഡ് ഷാമ്പു കൊണ്ടൊന്നും കഴുകാൻ പറ്റില്ല. പിന്നെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ പിന്നെ മൾട്ടി വിറ്റാമിൻ ഞാൻ പറഞ്ഞു D3 ഒക്കെ നോക്കണം. സിങ്കോവൈറ്റും ബയോട്ടിനും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കഴിക്കണം. അപ്പോൾ മുടി പനങ്കോല പോലെയാവും. ആഫ്റ്റർ കെയർ കൊണ്ട് മുടി വളരും. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഇത്ര മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നഖവും മുടി നീങ്ങുന്നൊക്കെയല്ലേ പറഞ്ഞേ. മരിച്ചു കഴിഞ്ഞാൽ സെക്കൻഡിൽ അത്രയും കൂടെ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നഖവും മുടിയൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ പ്രായമാകുമ്പോൾ ഒത്തിരി മുടി വളരുമെന്നല്ല, എന്നാൽ എൻ്റെയൊക്കെ മുടി വളർന്നുണ്ട് കേട്ടോ. ചുമ്മാ ആൾക്കാർ പറഞ്ഞേ പിന്നെ വളരില്ലെന്നൊക്കെ നമ്മളത് വിശ്വസിക്കുന്നതേ. ഇതിൽ ഇത് കൂട്ടി വയ്ക്കണമെന്ന് ഓർത്തുകൊണ്ടിരുന്നതാണ് എക്സ്റ്റൻഷൻ. എന്തിനാ എക്സ്റ്റൻഷൻ നോക്ക്, ആവശ്യത്തിന് മുടിയില്ലേ. ക്ലിപ്പൊന്നും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അതേവിടെ ഒരു ഒടിവുണ്ട്, എന്തോ കൊണ്ടുപോയി വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കിടന്നാൽ പോലും എന്തിനാ ഈ ക്ലിപ്പൊക്കെ ഇടണേ? ഇങ്ങനെ അഴിച്ചിട്ട് ഫ്രീ ആയിട്ടൊക്കെ നടന്നേ, നല്ല സുഖമല്ലേ പിടിക്കാനും. ഇന്നലെ ആ ക്ലിപ്പിട്ടതല്ലേ ചാടിയ കഴിഞ്ഞ വഴിയെ ഉടനെ ഞങ്ങൾ നോക്കിയ വഴിയെ ഒരു ഇത്ര 48 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് പുഴു ഇങ്ങനെ പുഴു പോലത്തെ സോഫ്റ്റ് ചെയ്തിട്ടാൽ കുഴപ്പമില്ല. ക്ലിപ്പിടുമ്പോൾ ആ ബലം വരും. ഇത് ഭംഗിയായിട്ടാണ് ഞങ്ങൾ നോക്കിയപ്പോഴത്തേനും ക്ലിപ്പൊക്കെ ഇട്ട് ആശാത്തി റെഡി ആയിട്ട് കുഴപ്പമില്ല. അവിടെ ഒന്നും ക്ലിപ്പിടരുതെന്ന് പറഞ്ഞാൽ അത് കാരണം ഒരു കേട്ടോ. അപ്പം ഇപ്പം സന്തോഷമായില്ലേ? ഇനി അടുത്ത ദിവസം മോള് വരാൻ നിൽക്കുക. ഇനി അപ്പോൾ നോക്കണേ ചെയ്ത് വീഡിയോ ഇടാട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാവരും മുടി ചെയ്യാൻ പോലെ ശരി. ഈ മോക്കടെ ഹെയർ മേക്കോന്ന് വന്നതാണ്. ഈ മുടി നല്ല മുടിയൊക്കെ ആട്ടോ. പിന്നെ കൊച്ചല്ലേ, മധുരപ്പതിനേഴൊക്കെയാണ്. അപ്പോൾ തിളയ്ക്കുന്ന പ്രായമല്ലേ, രക്തം തിളയ്ക്കണേ. ഈ പ്രായത്തിലൊക്കെ ഞാൻ ഓർക്കും ഞങ്ങളുടെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചപ്പോൾ ഇന്ന് മുടിയില്ലാത്തവരില്ല, ഉള്ളിൽ നിന്ന് ചുമ്മാ അരിവാളിനെ കത്രിക പോലും ഓരോരുത്തരെ വീട്ടിൽ കാണാം. അങ്ങനെ വെട്ടിക്കളഞ്ഞുകൊണ്ടിരുന്ന കാലമാണ്. അപ്പോൾ അത്രയും ഇപ്പം ഇങ്ങനെ മുടി എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ ഇല്ല. അപ്പോൾ ഈ മുടി പക്ഷെ ഡ്രൈ ആയി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലം ആട്ടോ. മെയിൻ D3 പണ്ടൊക്കെ വെയിലും ഉണ്ടാണ്ട കളിയൊക്കെ അല്ലായിരുന്നു. ഇപ്പോൾ ഇതൊന്നും കളിക്കാനോ ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ പോരായ്മ ഇങ്ങനെ ആരോഗ്യ പോരായ്മയാണ്. ചക്ക, മാങ്ങാപ്പഴം, ഹീമോഗ്ലോബിൻ അതൊക്കെ കഴിക്കുമ്പോൾ കൂടുതലും. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇത് കരാട്ടിനാണ് ചെയ്യാൻ പോണേ. അത് കരാട്ടിൻ നാനോ പ്ലാസ്റ്റിയ ആർന്ന് പണ്ട് ചെയ്തോന്ന് അതിൻ്റെ അപ്ഡേഷൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിക്സ് ആട്ടോ. ഏറ്റവും അപ്ഡേഷൻ ആട്ടോ. നമ്മളെ പണ്ടൊക്കെ ഏറ്റവും അത് ചെയ്തതിൻ്റെ പേരൊന്നും അത് ഭയങ്കര ഫേമസ് ആണ്. അത് കഴിഞ്ഞ് ബോട്ടോസ് ആയിരുന്നു, പിന്നെ നാനോ പ്ലാസ്റ്റിയായി, പിന്നെ ഇത്
അപ്പൊ ഇതില് ഇനി അടുത്തത് ഇതിന്റെ വലിയത് വന്നാൽ നമ്മൾ അതും ചെയ്യും കേട്ടോ. അപ്പൊ യേശുവിന്റെ കൃപയാല് ഇതിന്റെ അതിമനോഹരാകുന്ന കാഴ്ച, പരസ്യത്തിന് വെല്ലണ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യും. കൊച്ചെ ഒന്നാതെ പഠിക്കാൻ പോവാ. അപ്പൊ കൊച്ചിന് അത് കെയറിങ് ഒത്തിരി അനുഗ്രഹമായിരിക്കും. പിന്നെ മുടിയും ചീപ്പറക്കി ഒന്നും നടക്കണ്ട, അതൊരു വലിയ അനുഗ്രഹമാട്ടോ. ഇത് ചെയ്തിട്ട് പിന്നെ ചെയ്യാണ്ടേ പറ്റൂല. നമുക്കിങ്ങനെ ഒരു ഇതിലൊക്കെ ഭയങ്കര ലുക്കും വരും. നമുക്കിങ്ങനെ നോക്കുമ്പോൾ മിററിലൊക്കെ ഒരു ഭയങ്കര സ്റ്റൈലിഷ് ലുക്ക്. 70% നമ്മുടെ മേക്കപ്പ് കറക്റ്റ് ആവും. പിന്നെ ഇച്ചിരി ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടൊന്ന് കണ്ണു എഴുതിയ മേക്കപ്പ്. ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ, ഫൗണ്ടേഷൻ പോലും ഇടാറില്ല. അപ്പോൾ ഓക്കെ ആവും. അപ്പോൾ റിസൾട്ട് കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞേ വേണ്ട, ഞാൻ പറഞ്ഞില്ലേ പരസ്യത്തിന് വെല്ലണ പോലെ ആവുന്നു. അടിപൊളിയായില്ലേ, കണ്ടാൽ നാച്ചുറലായിട്ട് തന്നെയല്ലേ തോന്നണേ. ഭയങ്കര സോഫ്റ്റായി, ഇപ്പോൾ ഫ്രഷ്നെസ് ഇല്ല, ഇങ്ങനെ ഒഴുകി കിടക്കണം. അടിപൊളിയായിട്ടില്ലേ നോക്കി, ഇങ്ങനെ പരസ്യത്തിൽ കിടക്കണം പോലെ നിങ്ങളുടെ മുടിയാവും കേട്ടോ. അപ്പോൾ വന്ന് ഇത് കരാട്ടിന ചെയ്തേക്കണേ, കരാറ്റിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാക്സ്, കരാട്ടിന നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കിടന്നോളും. അത് ഒത്തിരി ലാസ്റ്റ് ചെയ്യൂട്ടോ. ഏത് ചെയ്താലും തലേന്ന് കിടത്ത് വരുന്നത് നോർമലായി വരുള്ളൂ. അതൊരു 5-8 മാസമൊക്കെ ആകുമ്പോൾ ഇവിടെ വരെ നോർമൽ വരും. പിന്നെ ഈ മോളൊക്കെ പുറത്തോട്ട് പോയി നാട്ടിൽ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ കരാട്ടിൻ ചെയ്താൽ മതി. അതുവരെ ആഫ്റ്റർ കെയർ ഒക്കെ കറക്റ്റ് യൂസ് ചെയ്താൽ വലിയ കുഴപ്പമില്ലാണ്ട് മുടി സോഫ്റ്റ് ആയിട്ടിരുന്നോളൂ. പിന്നെ കരാട്ടിനാകുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, തലേന്ന് കിടത്ത് വരുന്നത് ഇതുകൂടെ. മറ്റേ സ്മൂത്തനിങ്ങിനേക്കാൾ ഇച്ചിരി ഡിഫറൻസ് വ്യത്യാസം വരും. പക്ഷെ വ്യത്യാസം എപ്പോഴും വരും കേട്ടോ. പൊട്ടിയ മുടിയൊക്കെ നമ്മുടെ നാച്ചുറൽ മുടി ഇങ്ങനെ നമ്മൾ ഫുഡും വിറ്റാമിൻ ഗുളികകളും ഒക്കെ കഴിച്ചാൽ പൊട്ടൽ കുറയുകയും ചെയ്യും, D3 എടുക്കുകയൊക്കെ ചെയ്താൽ. അപ്പോൾ മോളെ ഇഷ്ടപ്പെട്ട മോളെ ഇഷ്ടപ്പെട്ടു എന്നാട്ടോ പറഞ്ഞാൽ കേൾക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ മുടി ചെയ്യാൻ പോലെ. അപ്പോൾ അതീവ മനോഹരമായിട്ട് മുടി ഇങ്ങനെ കിട്ടിക്കോളും. കൊച്ചിന് മുടി ഭയങ്കര നീളത്തിലുണ്ടാകുന്ന കൊച്ചിന് ഡൊണേറ്റ് ചെയ്താൽ നല്ല മനസ്സുള്ള കൊച്ചൊക്കെയാണ്. അപ്പോൾ പിന്നെ നീളമൊക്കെ ഇത് മതി, എന്തിനാ ഇങ്ങനെ കെട്ടാൻ സൗകര്യമുണ്ട്. ഒത്തിരി നീട്ടണേക്കാളും നല്ലത് ഉള്ള മുടി നല്ല ഗ്ലാമറിൽ ഇങ്ങനെ ആണെങ്കിൽ മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ മാസം ക്രിസ്മസ് ഓഫർ എല്ലാത്തിനും നമുക്ക് 25% ഉണ്ട്. ഹെയർ ട്രീറ്റ്മെൻറ്റിന് 15% ഉണ്ട്. നിങ്ങൾ പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഓഫറും കിട്ടും, എല്ലാം ഒന്ന് സുന്ദരി ആവുകയും ചെയ്യാം. അപ്പോൾ ശരി എന്നാ, അപ്പോൾ പെട്ടെന്ന് പറയാം. हो मेरा कश्मीर संवारा क्यों जब इसको यूं जड़ना था, खुशनुमा मंजर पे खंजर क्यों चलाया, खुशनुमा मंजर पे खंजर क्यों चलाया। ओ खुदाया लौटा दे कश्मीर दोबारा, ओ खुदाया लौटा दे कश्मीर दोबारा। मेरी रूह की तस्वीर मेरा कश्मीर हो। चाहे कफन का जोड़ा मुझको पहना दे तू, मेरे बच्चे को वो जन्नत वो कश्मीर दिखा दे तू। वो मेरा गुलिस्तान बन गया शमशान, यहाँ मौत की दहलीज पे खड़ा है हर इंसान, खड़ा है हर इंसान। तमन्ना है गुजारिश है हो। बन के हवा में बेजुबां में दिल लगाने आऊंगा, रातों को तेरा चांद बनकर तुमको देखने आऊंगा।
रही है घटा कह रही है हंसी ये नजारा है, दिल ही ये समझेगा दिल ही ये जानेगा दिल का इशारा है। हवा कह रही है घटा कह रही है हंसी ये नजारा है, दिल ही ये समझेगा दिल ही ये जानेगा दिल का इशारा है। मोहब्बत ने मोहब्बत को मोहब्बत से पुकारा है। Okay then.